നമ്മൾ ഈ വലിയ ഓണത്തിന്റെ സന്തോഷമുള്ള കാര്യമൊക്കെ പറയുന്ന സമയത്തും സങ്കടമുള്ള കുറച്ച് മനുഷ്യർ കൂടിയുണ്ട്. കുടിവെള്ളം കിട്ടാത്ത മനുഷ്യരുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു വാർത്ത, നമുക്ക് ആ വാർത്തയും കൂടി എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് തിരുവോണ ദിവസവും ഗുരുതര കുടിവെള്ള പ്രതിസന്ധി. അല്ലേ? എവിടെയാ സ്ഥലം? പിണക്കോട്ടുകോണം. അത് കാര്യവട്ടത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെള്ളം കിട്ടിയിട്ട് ദിവസങ്ങളായി എന്നാണ് പറയുന്നത്. തൊട്ടടുത്തുള്ള ഫ്ളാറ്റുകളിലും VIP ഏരിയകളിലും ഇഷ്ടം പോലെ വെള്ളം കൊടുക്കുമ്പോഴാണ് ഈ ഭാഗത്തേക്കുള്ള വാൽവ് തുറക്കാത്തത്. അത് വലിയ പ്രശ്നമാണ്. നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണെന്ന് അറിയുന്നു. ദിവസങ്ങളായ പരാതി പറഞ്ഞിട്ടും ഒരു ടാങ്കർ കുടിവെള്ളം പോലും ഇവിടേക്ക് എത്തിച്ചിട്ടില്ല. TV പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ട് വേഗം വരാം. തിരുവോണമായിട്ടും ഗുരുതരമായ പ്രതിസന്ധിയാണ് കാര്യവട്ടത്തെ പിണക്കോട്ടുകോണം എന്ന സ്ഥലത്തുള്ളത്. ഇവിടെ കൂടുതലും ലക്ഷം വീട് കോളനിയും അതുപോലെ തന്നെ പാവങ്ങളാണ് കൂടുതലും താമസിക്കുന്നത്. ഈ പൈപ്പുകളിൽ ദിവസങ്ങളായി ഇപ്പം വെള്ളം എത്തിയിട്ട് ഏതാണ്ട് 10 ദിവസത്തിലധികമായി അവസാനം വെള്ളം വന്നിട്ട് ഇതിലിപ്പോൾ വെള്ളമില്ല. സാധാരണ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ വെള്ളം വരാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള VIP മേഖലകളിലും ഫ്ളാറ്റുകളിലുമെല്ലാം ഇഷ്ടം പോലെ വെള്ളം കിട്ടുമ്പോഴാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ ദിവസമായി വെള്ളമില്ലാത്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ തവണ ഇവിടുത്തെ പ്രശ്നങ്ങൾ റിപ്പോർട്ടർ തന്നെ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇവരുടെ കുടിവെള്ള പ്രശ്നം ഒരുപാട് തവണ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ എന്നിട്ടും പരിഹാരമുണ്ടാകുന്നില്ല. തൊട്ടടുത്ത് വരെ വെള്ളം എത്തുന്നു, ഇവിടേക്ക് വെള്ളം കയറി വരുന്നില്ല. ഇതൊരു ഉയർന്ന മേഖലയാണെങ്കിൽ പോലും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഈ കാണുന്നവരെല്ലാം രാവിലെ ഓണത്തിന് ഭക്ഷണം പാചകം ചെയ്യേണ്ടവരാണ്. ഇവർ എവിടെയൊക്കെയോ പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്നാണ് കാര്യങ്ങൾ നിറവേറ്റുന്നത്. ഇപ്പോഴെന്താ ഉള്ള ബുദ്ധിമുട്ട്? എന്താ? ഇപ്പോഴും വെള്ളമില്ല. ഓണമായിട്ട് നമുക്ക് കുളിക്കാനോ പല്ല് കഴിക്കാനോ ഒന്നിനും ആഹാരം പോലും വെച്ചിട്ടില്ല. ഇല്ല വെള്ളം. എന്താണെന്ന് വെച്ചാൽ 1 മാസമായി നമ്മൾ നേരം വെളുക്കും ജോലിക്ക് പോകും, വൈകുന്നേരം വരും. വണ്ടിയിൽ കൊണ്ടുവന്നാൽ പോലും നമുക്ക് കിട്ടൂല. ചോദിക്കുമ്പോൾ അവർ പമ്പ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വെള്ളം വരും, ഇതുവരെ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തില്ലല്ലോ എന്നാണ് പറയുന്നത്. ഞങ്ങൾ വർഷങ്ങളുണ്ട് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ ലൈൻ കിട്ടിയിട്ട് ഒരു 10-12 വർഷമായി. ആദ്യമൊന്നും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 വർഷത്തിന് മുമ്പ് വരെ ബുധനും ശനിയും മാത്രം വെള്ളമില്ലായിരുന്നു, ബാക്കി എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക? എന്താ ചെയ്യാൻ ഈ ഓണത്തിന്? വെള്ളമില്ല. അത് തന്നെ വയസ്സായ ആളൊക്കെ വീട്ടിലുള്ളതാണ്. ഞങ്ങൾക്ക് കിണറില്ല. കിണർ കുഴിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് താഴെ NH നിന്ന് ഒരു ലൈൻ കൊടുത്ത് താഴ്ഭാഗത്ത് വെള്ളം കൊടുക്കുക. പക്ഷേ ആ വെള്ളം മുകളിലോട്ട് കയറില്ല. എന്നാൽ ഇവിടെ ഗാന്ധിപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ നിന്ന് കണക്ഷൻ കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ പുല്ലാന്നിയുള്ള മെയിൻ ലൈനിൽ നിന്ന് ഒരു ലൈൻ എടുത്ത് ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ ചെയ്യുന്നില്ല. ഇത്രയും ദയനീയാവസ്ഥ കാണിക്കുന്നത് വകദ്രോഹം എന്ന് വെച്ചാൽ ഇവരിനി ഒരു കാര്യം ഗുണം പിടിക്കും. വലിയ ബുദ്ധിമുട്ടാണ് ഇവരെല്ലാവരും പറയുന്നത്. പ്രായമുള്ളവർ, അതുപോലെ അന്നന്നത്തെ കാര്യങ്ങൾ ചെയ്ത് ജോലി ചെയ്യുന്നവർ ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ തിരുവോണ ദിവസം പോലും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം, വലിയ ബുദ്ധിമുട്ട് ഇവർ അഭിമുഖീകരിക്കുന്നു എന്നതാണ്. തീർച്ചയായിട്ടും TV പ്രസാദ്, അത് സർക്കാർ അടിയന്തരമായിട്ട് പരിഹരിക്കുക. വാട്ടർ അതോറിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തിരുവോണ ദിവസം വെള്ളമില്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ബുദ്ധിമുട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര ദിവസമായിട്ട് പറയുന്നു VIP ആണെങ്കിൽ നിങ്ങൾ കൊടുക്കൂലേ?